കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഉൾഗ്രാമങ്ങളിലെ വനദുർഗ, മാടസ്വാമി, മാരിയമ്മൻ എന്നിങ്ങനെ ഉഗ്രമൂർത്തികളായ ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഈ മീനമാസങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വനദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ കാണുന്നതിനും ആ ഉത്സവം ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള സ്ഥലത്താണ്. ആ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് തീച്ചട്ടി എടുക്കുക എന്നൊരു ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഘോഷയാത്ര മാത്രമല്ല കേട്ടോ, അതൊരു വഴിപാട് കൂടിയാണ്. വലിയ ചട്ടിയിൽ തീ വെച്ചിട്ട് ആ തീയും കൊണ്ടുള്ളൊരു ഘോഷയാത്ര. അപ്പം നമുക്ക് ആ ഘോഷയാത്ര കണ്ടാലോ? തീച്ചട്ടി എടുക്കേണ്ട ഭക്തരെല്ലാവരും ദേഹശുദ്ധി വരുത്തി ഈർന്നണിഞ്ഞ് നിൽക്കണം. അപ്പോൾ മുഖ്യ കാർമ്മികൻ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ദേവതയായി സങ്കല്പിച്ച് പൂജ വെച്ച് എല്ലാവരുടെയും ചട്ടികളിൽ ഉമിയ്, പ്ലാവിൻ്റെ വിറക് എന്നിവ കൃത്യമായി പൂജിച്ച് വെക്കുന്നു. ഘോഷയാത്രയിൽ മുഖ്യ ആൾ എടുക്കുന്ന താലമാണിത് കേട്ടോ. ഇച്ചിരി വലിയ താലമാണിത്. എല്ലാവർക്കും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് ബന്ധുമിത്രാദികൾ അനുഗ്രഹവും കൊടുക്കുന്ന ചടങ്ങാണ് ഇനിയുള്ളത്. ചട്ടികളിലെല്ലാം നല്ല ഭംഗിയായി പെയിൻ്റൊക്കെ അടിച്ച് അവർ ഭക്ത്യാദരപൂർവ്വമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പൂജ നടക്കുമ്പോൾ തന്നെ ചിലരിൽ മാരിയമ്മനും വനദുർഗയെല്ലാം ശരീരത്തിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങുന്നുണ്ട്. മുഖ്യ പൂജാരിയും സഹപൂജാരിയും പിന്നെ ചട്ടികളിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങ് നടക്കുകയാണ്. ഈ അവസരത്തിൽ ചിലരിൽ ഭക്തിയുടെ ആനന്ദലഹരി ആളിപ്പടരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അഗ്നി പകർന്ന ചട്ടികളെല്ലാം ഒരു ഹോമകുണ്ഡമായി പഴുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഈ ചുട്ടുപഴുത്ത ചട്ടിയും കൈകളിലേന്തി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഘോഷയാത്രയായി പോകുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ പേടിയും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി താലമെടുക്കുന്നവരുടെ കയ്യിൽ കൊടുത്ത് വസ്ത്രം തൊടിയിപ്പിച്ച് പ്രാർത്ഥന ഏറ്റുവാങ്ങുന്നുണ്ട്. ഇനി ബന്ധുമിത്രാദികളെല്ലാം യാത്ര പോകുന്നവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവർക്ക് യാത്രയായിട്ട് നൽകുകയാണ്. ഇപ്പോൾ മറ്റു ചിലരിലും ദേവിയുടെ സാന്നിധ്യം പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് വലിയൊരു നേർച്ച നടക്കുന്നത്. ഘോഷയാത്രയിലെ മൂപ്പത്തിക്ക് അല്ലെങ്കിൽ മുതിർന്നയാൾക്ക് ആദ്യം ശൂലം തറയ്ക്കുകയാണ്. 2 കവളിലും ഭസ്മം കൊണ്ട് മാർക്ക് ചെയ്ത് ഒരു വെള്ളിയുടെ ശൂലമാണ് ആദ്യം തറയ്ക്കുന്നത്. ഈ സമയം ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാവരും ഓം ശക്തി പരാശക്തി എന്ന നാമം ജപിച്ചുകൊണ്ട് ഉച്ചത്തിൽ കുരവയിടുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നാവ് നീട്ടിക്കൊടുക്കുന്നു. ആ നാവ് തുളച്ച് മറ്റൊരു ശൂലം കൂടി തറച്ച് കയറ്റുകയാണ്. ഒരു വെള്ളി നൂലുകൊണ്ട് ഈ ശൂലങ്ങളെയെല്ലാം ബന്ധിപ്പിച്ച് കോർത്ത് കെട്ടി നിർത്തുന്നു. കണ്ടു നിൽക്കുന്നവർ പൊട്ടിക്കരയുന്നതും വിതുമ്പിക്കരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. പിന്നീട് പുരുഷന്മാരായ ഭക്തരെല്ലാവരും ശൂലമടിക്കുകയാണ്. ഒരു 4mm കമ്പി കൊണ്ട് വലിയ നീളത്തിൽ കുത്തിയ ശൂലമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കവളിലൂടെ തറച്ച് കയറ്റുന്നത്. ഇത് കാണുമ്പോൾ മറ്റു ചിലരിൽ മാടസ്വാമി എഴുന്നള്ളി വരുന്നതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ കുത്തുമ്പോൾ ഇവർക്ക് യാതൊരുവിധ വേദനയും അനുഭവിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകളും ശൂലം തറയ്ക്കുന്നുണ്ട്. ചൂല് പോലെ കെട്ടിയാണ് ശൂലം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കവളിലൂടെ കുത്തിത്തറച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. മറ്റൊരു ഭക്തൻ്റെ കവളിൽ കുത്താനുള്ളത് ഒരു 6mm കമ്പിയുടെ ശൂലമാണ്. കുത്തി തുളച്ച് കയറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഭക്തിയുടെ ഒരു ആനന്ദലഹരി മുകളിലേക്ക് ഉയർന്നു വരികയാണ്. തറച്ച് കയറ്റിയതിന് ശേഷം ഈ ശൂലത്തിൻ്റെ അപ്പുറയും ഇപ്പുറയും ഓരോ ചെറുനാരങ്ങയും കോർത്തു വയ്ക്കുന്നു. പിന്നെ ഘോഷയാത്ര തുടങ്ങുകയായി. മനുഷ്യൻ്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവത്തിനോട് ഏറ്റുപറയുവാൻ ഇത്തരത്തിലുള്ള ഭക്തിയിലൂടെ അവൻ കണ്ടെത്തുന്ന ഒരു ആനന്ദ നിർവൃതി നമുക്ക് മനസ്സിലാക്കാവുന്നത് മാത്രമാണ്. ഈ ത്യാഗങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസിനും കുട്ടികളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മഴയും വലിയ കാറ്റും
ഇടിമിന്നലും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഒറ്റയ്ക്ക് കാടുകളിലെല്ലാം പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനാണ് ഈ ത്യാഗങ്ങളെല്ലാം അവർ സഹിച്ച് ദേവീ പ്രീതിക്ക് വേണ്ടി ഈ പൂജകളും ശൂലമടിയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരുക്കി വച്ചിരിക്കുന്ന തീച്ചട്ടിയെല്ലാം ഒരേ ഹോമകുണ്ടങ്ങളായി അഗ്നികുണ്ടങ്ങളായി മാറിയിരിക്കുന്നു. ചുട്ടുപഴുത്ത അവസ്ഥയിലായി. ഇനി ഇത് മുഖ്യ കാർമ്മികൻ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്നതോടെ ഘോഷയാത്രയുടെ അല്ലെങ്കിൽ തീച്ചട്ടി യാത്രയുടെ ആരംഭം കുറിക്കുകയാണ്. ഈ യാത്രയെ അനുഗമിച്ച് ഞാൻ പുറകെ നടക്കുമ്പോൾ നിരവധി അത്ഭുതകരമായ കാഴ്ചകൾ കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സന്ധിക്കും വരെ